സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ്. ആണത്തമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ വന്ന് മത്സരിക്ക്. കോൺഗ്രസ് നിങ്ങളെ പരാജയപ്പെടുത്തും, UDF പരാജയപ്പെടുത്തും. എന്തൊരു കാര്യം ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടാ? വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഇവനൊക്കെ ആര് വോട്ട് ചെയ്യാൻ, ഇവനൊക്കെ എവിടെ ജയിക്കാൻ? കെട്ടിവെച്ച കാശ് പോലും കിട്ടൂല. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റ അതിഗംഭീര ചരിത്രവുമായി K. സുരേന്ദ്രൻ ഇനി തൃശൂരിലേക്ക്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. കേരളം മുഴുവൻ നടന്ന് പറന്ന് മത്സരിച്ചല്ലോ. ഇനി തൃശൂർ ജില്ല കൂടിയല്ലേ ബാക്കിയുള്ളൂ. ഇവിടെ കൂടി മത്സരിക്ക്. ഇന്നലെ വന്ന് മത്സരിച്ചവൻ വരെ ജയിച്ചു. എന്നിട്ടും ജനങ്ങള് തെണ്ടികളും നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ പപ്പൻജി. ജനങ്ങളെ നമ്മളും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അതും ശരിയാ. ഞങ്ങൾ തോൽപ്പിച്ച് വിട്ട് കാണിച്ചു തരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻജി മത്സരിക്കുകയും ചെയ്യും, തോൽക്കുകയും ചെയ്യും. അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനാ ആരണ്ണൻ അണ്ണാ കിട്ടിയാൻ കുത്തും. ഇവൻ സെന്റിമെന്റൽ അല്ല, മെന്റലാ. സർവേശ്വര ഇത്തവണ നമ്മൾ ജയിക്കും. ഇത്തവണയെങ്കിലും ഒന്ന് വിരിഞ്ഞു കണ്ടാ മതി. 2029 മാത്രമല്ല 2034 ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും. വലിയ ഭൂരിപക്ഷത്തിൽ, ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നു. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ, 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ജനങ്ങൾ അങ്ങനെയാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇരട്ട വോട്ട് ചേർക്കാൻ മാത്രല്ല, ഇരട്ട സ്ഥലത്ത് നിന്ന് മത്സരിച്ച് തോൽക്കാനും ഞങ്ങളുടെ സുരേന്ദ്രൻജിക്ക് കഴിവുണ്ടെന്ന് തെളിയിച്ചല്ലേ. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റും. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എല്ലാത്തിനും പരിഹാരം കാണാനുള്ള കൃത്യമായിട്ടുള്ള ഒരു പാക്കേജുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. പക്ഷെ അതിത്ര നാറിയ പരാജയമല്ലായിരുന്നു. തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പില് സുരേന്ദ്രൻജി ജയിക്കുന്നു. കേരളത്തിൽ 35 സീറ്റ് BJP പിടിക്കുന്നു. അങ്ങനെ കേരളത്തിന്റെ ഭരണം BJPയുടെ കയ്യിൽ വരുന്നു. മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ കക്ഷിയല്ലേ പണ്ട് മഞ്ചേശ്വരത്ത് 15,000 കള്ളവോട്ട് ചേർത്തു എന്ന് പറഞ്ഞ് കോടതി പോയത് അല്ലെ? നീ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണ? അതൊക്കെ അപ്പോഴേ മറന്നുകളണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെ, സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തോ? സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തില്ല എന്ന് മാത്രല്ല, ആ കേസ് പിൻവലിച്ച് കണ്ടം വഴിക്ക് ഓടുകയാണ് സുരേന്ദ്രൻ ചെയ്തത്. കള്ളനവൻ, പെരുങ്കള്ളൻ. എന്റെ കൈ കെട്ടിട്ട് കിട്ടില്ല. ഞാനങ്ങോട്ട് ഇറങ്ങുവാ, അതാ നല്ലത്.